അധ്യായം 15 അൽ ഹിജ്ർ. നാമം 80-ാം സൂക്തത്തിൽ നിന്നെടുത്തതാണ് ഈ അധ്യായത്തിന്റെ നാമം. അവതരണകാലം. പ്രതിപാദ്യവും പ്രതിപാദന ശൈലിയും വെച്ച് നോക്കുമ്പോൾ സൂറ ഇബ്രാഹീമിനെ തുടർന്നാണ് ഇതിന്റെയും അവതരണമെന്ന് വ്യക്തമാവുന്നു. രണ്ട് കാര്യങ്ങൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രകടമായി കാണാം. ഒന്നിതാണ്, തിരുമേനി കുറെ കാലമായി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജനതയുടെ ധർമ്മച്യുതിയും പരിഹാസവും ദ്രോഹത്തിന്റെയും അക്രമമർദ്ദനങ്ങളുടെയും പരിധിയിലെത്തിയിരിക്കുകയാണ്. അതിനാൽ ഇവിടുന്നങ്ങോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന സ്വരം കുറവായും താക്കീതിന്റെയും മുന്നറിയിപ്പിന്റെയും സ്വരം കൂടുതലായും കേൾക്കാം. സത്യനിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും ദ്രോഹത്തിന്റെയും മലകളോട് ഏറ്റുമുട്ടി തിരുമേനി ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നുവെന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇത് പലപ്പോഴും തിരുമേനിയുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നതിനാൽ അള്ളാഹു അവിടുത്തെ സാന്ത്വനപ്പെടുത്തി ധൈര്യം പകർന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യപ്രമേയം. മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇതിൽ വിവരിക്കുന്നുണ്ട്. അതായത്, തിരുമേനിയുടെ പ്രബോധനത്തെ ധിക്കരിക്കുകയും പരിഹസിക്കുകയും വിവിധ തരത്തിൽ ദ്രോഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ താക്കീത് ചെയ്യുന്നു. അതോടൊപ്പം തിരുമേനിക്ക് സാന്ത്വനവും സ്ഥൈര്യവും അരുളുകയും ചെയ്യുന്നു. എന്നാൽ ഈ സൂറ ഉപദേശങ്ങളിൽ നിന്നും ഉദ്ബോധനങ്ങളിൽ നിന്നും മുക്തമാണെന്ന് ധരിക്കരുത്. ഖുർആനിൽ ഒരിടവും അള്ളാഹു ആക്ഷേപത്തിനും ഭീഷണിക്കും മാത്രമായി വിനിയോഗിച്ചിട്ടില്ല. നിശിതവും കഠിനവുമായ ആക്ഷേപങ്ങൾക്കിടയിൽ പോലും കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഈ അധ്യായത്തിലും ഒരു ഭാഗത്ത് തൗഹീദിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് സംക്ഷിപ്തമായി സൂചനകൾ നൽകുന്നു. മറുഭാഗത്ത് ആദമിന്റെയും ഇബ്ലീസിന്റെയും കഥ വിവരിച്ച് ഉദ്ബോധിപ്പിക്കുന്നുമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ. അലിഫ് ലാം റാ. ഇവ വേദത്തിന്റെയും സുവ്യക്തമായ ഖുർആനിന്റെയും സൂക്തങ്ങളാകുന്നു. ഈ അധ്യായത്തെ ലഘുവായി പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുഖവുരയാണിത്. തുടർന്ന് അടിസ്ഥാന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം ആരംഭിക്കുന്നു. ഖുർആന്റെ ഒരു വിശേഷണമെന്ന നിലയിലാണ് മുബീൻ അഥവാ സുവ്യക്തമായ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. ഉദ്ദിഷ്ടകാര്യം വ്യക്തമായി വിവരിക്കുന്ന ഖുർആനിലെ സൂക്തങ്ങളാണിത് എന്നത്രേ അതിന്റെ താൽപര്യം. ربما يود الذين كفروا لو كانوا مسلمين. ഇന്ന് ഇസ്ലാമിന്റെ സന്ദേശം സ്വീകരിക്കാൻ വിസമ്മതിച്ചവർ, കഷ്ടം, ഞങ്ങൾ അനുസരണം കൈക്കൊണ്ടവരായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന സന്ദർഭം വിദൂരമല്ല. ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون. അവരെ വിട്ടുകളയുക, അവർ തിന്നു കുടിച്ച് സുഖിച്ചുകൊള്ളട്ടെ. വ്യാമോഹങ്ങൾ അവരെ വിനോദിപ്പിക്കട്ടെ. താമസിയാതെ അവർക്ക് മനസ്സിലാകും. وما أهلكنا من قرية إلا ولها كتاب معلوم. നാം ഇതിനു മുമ്പ് നശിപ്പിച്ചിട്ടുള്ള ഏത് നാട്ടിനും നിശ്ചിതമായ ഒരു പ്രവർത്തനകാലം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. നശിപ്പിക്കപ്പെട്ട ഏതു നാടിനും ക്ലിപ്തമായ പ്രവർത്തനാവധി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. അള്ളാഹു ഒരു ജനതയെ അവർ സത്യത്തെ നിഷേധിച്ച ഉടനെ തന്നെ പിടിച്ച് ശിക്ഷിക്കുക എന്നത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നിരിക്കെ നബി തിരുമേനിയെ കളവാക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഡ്ഢികൾ തങ്ങൾക്കിതുവരെ ശിക്ഷയൊന്നും ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ ഇയാൾ ഒരു പ്രവാചകൻ തന്നെ അല്ല എന്നുമുള്ള മിഥ്യാധാരണകളിൽ അകപ്പെടേണ്ട കാര്യമില്ല. ഓരോ ജനതയ്ക്കും കേൾക്കാനും മനസ്സിലാക്കാനും ബോധവാന്മാരാകാനും എത്ര സമയം നൽകണമെന്ന് ആദ്യമേ തീരുമാനിക്കുകയാണ് അള്ളാഹുവിന്റെ സമ്പ്രദായം. അവരിൽ എന്തൊക്കെ കൊള്ളരുതായ്മകളും ദുർവൃത്തികളുമുണ്ടെങ്കിലും നിശ്ചിത അവധി വരെ ഇഷ്ടാനുസാരം വർത്തിക്കാൻ ക്ഷമാപൂർവം അവർക്ക് അവസരം കൊടുക്കുന്നു. ഈ അവസരം ബാക്കിയുള്ളിടത്തോളം കാലം അവൻ അവരെ പിടികൂടുകയില്ല. ما تسبق من أمة أجلها وما يستأخرون. ഒരു ജനവും ആ നിശ്ചിത സമയത്തിന് മുമ്പ് നശിക്കുകയില്ല.
അതിനുശേഷം നിലനിൽക്കുകയുമില്ല. وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون. ഈ ജനം പറയുന്നു, അല്ലയോ ഉദ്ബോധനം ഇറക്കപ്പെട്ടവനെ, നിസ്സംശയം നീയൊരു കിറുക്കൻ തന്നെ. ദിക്ർ അഥവാ ഉദ്ബോധനം എന്ന പദം ഖുർആനിൽ സാങ്കേതികമായി ഉപയോഗിച്ചിട്ടുള്ളത് ഉദ്ബോധനങ്ങളായി വരുന്ന ദൈവിക വചനങ്ങൾക്കാണ്. മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഏതെല്ലാം ഗ്രന്ഥങ്ങൾ അവതരിച്ചിട്ടുണ്ടോ അതെല്ലാം ദിക്റുകളായിരുന്നു. ഈ ഖുർആനും ദിക്ർ തന്നെ. ഉദ്ബോധിപ്പിക്കുക, ജാഗ്രതാക്കുക, ഓർമ്മിപ്പിക്കുക എന്നെല്ലാമാണ് ദിക്റിന്റെ മൂലാർത്ഥം. ഉദ്ബോധനം ഇറക്കപ്പെട്ടവനെ എന്ന വാക്ക് അവർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഈ ദിക്ർ നബി തിരുമേനിക്ക് അവതീർണമായതാണെന്ന് തന്നെ അവർ അംഗീകരിച്ചിരുന്നില്ല. അംഗീകരിച്ചിരുന്നുവെങ്കിൽ തിരുമേനിക്ക് മാരണം പറ്റിയിരിക്കുന്നുവെന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിന്റെ താൽപര്യം എനിക്ക് ദിവ്യവചനങ്ങൾ അവതീർണമായിരിക്കുന്നുവെന്ന് വാദിക്കുന്ന മനുഷ്യ എന്നാണ്. മൂസാ നബിയുടെ വാദങ്ങൾ കേട്ടപ്പോൾ ഫിർഔൻ തന്റെ കൊട്ടാരവാസികളോട് ഇങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളിലേക്ക് നിയുക്തനായ നിങ്ങളുടെ ഈ ദൈവദൂതൻ മുഴുത്ത ഭ്രാന്തൻ തന്നെ. അതേപോലെയാണ് ഇവരുടെ ഈ വാക്കും. لو ما تأتينا بالملائكة إن كنت من الصادقين. നീ സത്യവാനെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ മലക്കുകളെ കൊണ്ടുവരാത്തതെന്ത്? ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين. മലക്കുകളെ നാം അങ്ങനെയങ്ങ് ഇറക്കാറില്ല. അവർ ഇറങ്ങുമ്പോൾ യാഥാർത്ഥ്യവുമായേ ഇറങ്ങൂ. പിന്നെ ജനത്തിന് അവസരം നൽകപ്പെടുന്നതല്ല. മലക്കുകളെ ഇറക്കുന്നതിനെക്കുറിച്ചാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ജനത മലക്കുകളെ വിളിക്ക് എന്ന് പറയുമ്പോഴേക്കും മലക്കുകൾ ഇങ്ങ് വരികയോ, ഇങ്ങനെ കേവലം തമാശ കാണിക്കുന്നതിനു വേണ്ടിയൊന്നും മലക്കുകൾ ഇറങ്ങി വരികയില്ല. അതേപോലെ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തിരുന്ന അദൃശ്യങ്ങളുടെ മറകൾ പൊളിച്ചു നീക്കി എല്ലാം തുറന്നു കാണിക്കാനും അവയുടെ യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യാനും ഒരിക്കലും പ്രവാചകന്മാരെ നിയോഗിക്കുകയില്ല. മറിച്ച് ഏതെങ്കിലും ഒരു ജനതയെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുമ്പോൾ മാത്രമായിരിക്കും മലക്കുകൾ അയക്കപ്പെടുക. ആ സമയത്ത് തീരുമാനം നടപ്പാക്കുകയല്ലാതെ ഇപ്പോൾ വിശ്വസിച്ചാൽ രക്ഷപ്പെടാമെന്നൊന്നും പറയുകയില്ല. വിശ്വസിക്കാൻ നൽകപ്പെട്ട സമയം യാഥാർത്ഥ്യങ്ങൾ വെളിവാകുന്നതുവരെ മാത്രമാണ്. ആ മറ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വിശ്വസിക്കുന്നതിന് ഒരർത്ഥവുമില്ല. യാഥാർത്ഥ്യവുമായി എന്ന് പറഞ്ഞതിന്റെ താൽപര്യം സത്യവും വഹിച്ചുകൊണ്ട് എന്നാണ്. അതായത് അവർ വരുന്നത് അസത്യത്തെ നശിപ്പിച്ച് തൽസ്ഥാനത്ത് സത്യത്തെ പ്രതിഷ്ഠിക്കാനാണ്. അവർ അള്ളാഹുവിന്റെ തീരുമാനവുമായാണ് വരുന്നത്. അതവർ യഥാവിധി നടപ്പാക്കുക തന്നെ ചെയ്യും. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. ഉദ്ബോധനം അവതരിപ്പിച്ചത് നാം ആകുന്നു, അതിന്റെ സൂക്ഷിപ്പുകാരനും നാം തന്നെയാകുന്നു. ഉദ്ബോധനത്തിന്റെ സൂക്ഷിപ്പുകാരൻ നാം ആണ് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ്. ഈ ദിക്ർ നാം ആണ് അവതരിപ്പിച്ചത്. അദ്ദേഹം സ്വയം ചമച്ചുണ്ടാക്കിയതൊന്നുമല്ല. അതിനാൽ നിങ്ങൾ ഇദ്ദേഹത്തെയല്ല നമ്മെയാണ് ശകാരിക്കുന്നത്. ഈ ദിക്റിനെ അല്പമെങ്കിലും അലങ്കോലപ്പെടുത്താൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. അത് പൂർണ്ണമായും നമ്മുടെ സൂക്ഷിപ്പിലാണുള്ളത്. നിങ്ങൾക്കതിനെ മായ്ച്ചു കളയാൻ സാധ്യമല്ല. നശിപ്പിക്കാനോ ഒളിച്ചുവെക്കാനോ സാധ്യമല്ല. ആരോപണങ്ങളും അധിക്ഷേപങ്ങളും വഴി അതിന്റെ വിലയിടിക്കാനോ അതിന്റെ പ്രബോധനത്തെ തടയാനോ സാധ്യമല്ല. അതിൽ കയ്യേറ്റം നടത്താനോ മാറ്റത്തിരുത്തലുകൾ വരുത്താനോ ആർക്കും ഒരിക്കലും അവസരം ലഭിക്കുകയുമില്ല. وَلَقَدْ أَرْسَلْنَا مِن قَبْلِكَ فِي شِيَعِ الْأَوَّلِينَ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നിരവധി സമുദായങ്ങളിൽ നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. وَمَا يَأْتِيهِم مِّن رَّسُولٍ إِلَّا كَانُوا بِهِ يَسْتَهْزِئُونَ. ആ സമുദായങ്ങളിലൊക്കെ ഏത് ദൈവദൂതൻ വരുമ്പോഴും അവരദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല. كَذَلِكَ نَسْلُكُهُ فِي قُلُوبِ الْمُجْرِمِينَ. പാപികളുടെ ഹൃദയങ്ങളിൽ നാം ഉദ്ബോധനത്തെ ഇவ்விധം ലോഹക്കമ്പി പോലെ കടത്തിവിടുന്നു.
لا يؤمنون به وقد خلت سنة الأولين. അവർ അതിൽ വിശ്വാസം കൊള്ളുന്നില്ല. പണ്ടുമുതലേ ഈ സ്വഭാവമുള്ള ജനങ്ങൾ ഇതേ സമ്പ്രദായം തന്നെയാണ് തുടർന്നു വന്നിട്ടുള്ളത്. അതിനെ നാം കടത്തിവിടുന്നു എന്നതിലെ അതിനെ എന്നത് അവരുടെ പരിഹാസത്തെക്കുറിച്ചാണെന്നും അവർ അതിൽ വിശ്വാസം കൊള്ളുന്നില്ല എന്നതിലെ അത് ദിക്റിനെ ഉദ്ദേശിച്ചാണെന്നും ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതനുസരിച്ച് ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയായിരിക്കും: നാം ഇപ്രകാരം ആ പരിഹാസത്തെ പാപികളുടെ ഹൃദയങ്ങളിൽ പ്രവേശിപ്പിക്കും. അവർ ഈ ദിവ്യവചനങ്ങളിൽ വിശ്വസിക്കുകയുമില്ല. നമ്മുടെ അഭിപ്രായത്തിൽ നസ്ലുക്കുഹു ലാ യുഅ്മിനു ലഹു എന്നിവയിലെ 2 സർവനാമങ്ങളും ദിവ്യവചനങ്ങളെ അഥവാ ദിക്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സലക്ക എന്നതിന് അറബി ഭാഷയിൽ ഒരു സാധനം മറ്റൊന്നിൽ പ്രവേശിച്ചു എന്നാണ് അർത്ഥം. നൂൽ സൂചിക്കുഴയിൽ പ്രവേശിക്കുന്ന പോലെ. അപ്പോൾ ആയത്തിന്റെ താൽപര്യം ഇതാണ്: വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഈ ദിവ്യവചനങ്ങൾ മനസ്സിന് കുളിർമയും ആത്മാവിന് പോഷണവുമായി പ്രവേശിക്കുന്നു. എന്നാൽ കുറ്റവാളികളുടെ ഹൃദയത്തിൽ ഇത് പ്രവേശിക്കുന്നത് ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി മാറിടത്തിലൂടെ തുളച്ചു കയറുന്നത് പോലെയാണ്. ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون. നാം അവർക്ക് ആകാശത്തിൽ ചില കവാടങ്ങൾ തുറന്നുകൊടുക്കുകയും അവർ പട്ടാപ്പകൽ അതിലൂടെ കയറി തുടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ പോലും لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون. നമ്മുടെ കണ്ണുകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല, നമ്മൾ ആഭിചാരം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നേ അവർ പറയൂ. وَلَقَدْ جَعَلْنَا فِي السَّمَاءِ بُرُوجًا وَزَيَّنَّاهَا لِلنَّاظِرِينَ. നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കുക. ആകാശത്തിൽ നാം സുഭദ്രമായ കോട്ടകൾ നിർമ്മിച്ചു. അതിനെ കാഴ്ചക്കാർക്കായി താരകങ്ങളാൽ അലങ്കരിച്ചു. കോട്ട, കൊട്ടാരം, സുഭദ്രമായ കെട്ടിടം എന്നീ അർത്ഥങ്ങളിലാണ് അറബിയിൽ ബറജ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. എന്നാൽ പുരാതന ഗോളവിജ്ഞാനീയത്തിൽ ഈ പദം ഉപയോഗിച്ചിരുന്നത് സൂര്യന്റെ ഭ്രമണമാർഗത്തിന്റെ 12 രാശികൾക്കായിരുന്നു. അതിനാൽ ആ രാശികളെയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നതെന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കി. മറ്റു ചിലർ അതിനെ നക്ഷത്രങ്ങളെന്നും വ്യാഖ്യാനിച്ചു. പക്ഷേ ശേഷം പറയുന്നതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചാൽ ഉപരിലോകത്തുള്ള ചില മണ്ഡലങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ മണ്ഡലങ്ങൾ ഓരോന്നും സുശക്തമായ അതിർത്തികൾ കൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ഈ അതിർത്തികൾ വിശാലമായ പ്രപഞ്ചത്തിൽ അദൃശ്യമായ രൂപത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു വസ്തുവിന് അതിന്റെ മണ്ഡലം വിട്ട് മറ്റൊരു മണ്ഡലത്തിൽ പ്രവേശിക്കുക അതീവ ദുഷ്കരമാണ്. ഈ വീക്ഷണത്തിലാണ് ബുറൂജിന് സുരക്ഷിത മണ്ഡലങ്ങൾ എന്ന അർത്ഥം കൂടുതൽ ഉചിതമായി നാം മനസ്സിലാക്കുന്നത്. അതിനെ കാഴ്ചക്കാർക്കായി അലങ്കരിച്ചു എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ്: ഓരോ മണ്ഡലത്തിലും പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളോ ഗോളങ്ങളോ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുഴുവൻ ലോകത്തെയും നാം പ്രകാശമാനമാക്കിയിരിക്കുന്നു. മറ്റൊരു ഭാഷയിൽ ഈ അപാരമായ പ്രപഞ്ചത്തെ നാം ഒരു വൻ ഭണ്ഡാരമാക്കി വച്ചിരിക്കുന്നു. കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന ദൃശ്യങ്ങളോടുകൂടിയ അതിസുന്ദരമായ ഒരു ലോകം തന്നെയാണ് നാം സംവിധാനിച്ചിരിക്കുന്നത്. ഈ ശില്പത്തിൽ മഹാനായ ഒരു നിർമ്മാതാവിന്റെ നിർമ്മാണ കൗശലവും ഒരു അഭിജ്ഞന്റെ യുക്തിബോധവും മാത്രമല്ല കാണപ്പെടുന്നത്, മറിച്ച് ഭാവനാസമ്പന്നനായ ഒരു കലാകാരന്റെ ശില്പകലാ വൈഭവവും തെളിഞ്ഞു കാണാം. ഈ വസ്തുത മറ്റൊരിടത്ത് ഖുർആൻ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: എല്ലാ വസ്തുക്കളെയും നന്നായി തന്നെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. وَحَفِظْنَاهَا مِنْ كُلِّ شَيْطَانٍ رَجِيمٍ. ശപിക്കപ്പെട്ട എല്ലാ ചെകുത്താന്മാരിൽ നിന്നും നാം അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തു. ശപിക്കപ്പെട്ട ചെകുത്താന്മാരിൽ നിന്ന് അതിനെ സുരക്ഷിതമാക്കി എന്നതിന്റെ സാരം ഇതാണ്: ഭൂമിയിലെ മറ്റെല്ലാ സൃഷ്ടികളും ഭൗമമണ്ഡലത്തിൽ എപ്രകാരം ബന്ധിതരാണോ അതേപോലെ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളും ആ മണ്ഡലത്തിൽ ബന്ധിതരാണ്. ഉപരിലോകവുമായി അവർക്ക് ഒരു ബന്ധവുമില്ല. സാധാരണ ജനങ്ങൾ പണ്ടെന്ന പോലെ ഇന്നും അകപ്പെട്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ നീക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. അതായത് പിശാചിനും സന്തതികൾക്കും പ്രപഞ്ചമാകെ തുറന്നു കിടക്കുകയാണെന്നും
തങ്ങൾ ഉദ്ദേശിക്കുന്ന എവിടെയും അവർക്ക് കടന്നു ചെല്ലാമെന്നും ഈ ജനങ്ങൾ വിശ്വസിക്കുന്നു. അവർക്കുള്ള മറുപടിയായി ഖുർആൻ പറയുകയാണ്, പിശാചിന് ഒരു പ്രത്യേക അതിർത്തി വിട്ടുകടക്കാൻ സാധ്യമല്ല. പരിധികളൊന്നുമില്ലാതെ എങ്ങും കടന്നു ചെല്ലാനുള്ള കഴിവും ഒരിക്കലും അവന് നൽകപ്പെട്ടിട്ടില്ല. إلا من استرق السمع فأتبعه شهاب مبين. കട്ട് കേൾക്കുന്ന ചില ചെകുത്താന്മാർ മാത്രമേ അങ്ങോട്ടടുക്കാൻ ശ്രമിക്കൂ. അപ്പോൾ അവനെ തീക്ഷ്ണമായ തീനാളം പിന്തുടരുന്നു. കട്ട് കേൾക്കുന്ന ചെകുത്താന്മാർ എന്നാൽ തങ്ങളുടെ സഹകാരികൾക്ക് അദൃശ്യജ്ഞാനം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാചുകൾ എന്നാണ് അർത്ഥം. ഇവരുടെ സഹായത്തോടുകൂടി ധാരാളം ജ്യോത്സ്യന്മാരും സാധുക്കളും ഭിക്ഷുക്കളും മാരണക്കാരും ഒടിയന്മാരുമെല്ലാം തങ്ങൾക്ക് അദൃശ്യകാര്യങ്ങൾ അറിയാമെന്ന് വീരവാദം മുഴക്കാറുണ്ട്. എന്നാൽ അവരുടെ അടുക്കൽ അദൃശ്യകാര്യത്തിനുള്ള ഒരു മാർഗവുമില്ലെന്നതാണ് വാസ്തവം. പിശാചുക്കൾ ചിലതൊക്കെ കട്ടുകേൾക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നത് ശരിയാണ്. കാരണം അവയുടെ ഘടനയ്ക്ക് മലക്കുകളുടെ ഘടനയുമായി കുറച്ചൊക്കെ അടുപ്പമുണ്ട്. പക്ഷേ അതുകൊണ്ട് അവയ്ക്ക് പ്രത്യേക മെച്ചമൊന്നുമില്ല. ഷിഹാബുൻ മുബീൻ എന്നതിന് ഭാഷയിൽ തെളിഞ്ഞ ജ്വാല എന്നാണ് അർത്ഥം. ഖുർആനിൽ മറ്റൊരിടത്ത് ഇതിനെ ഷിഹാബുൻ സാക്കിബ് എന്ന് വിവരിച്ചിരിക്കുന്നു. അതായത് അന്ധകാരത്തെ കീറിമുറിക്കുന്ന ജ്വാല. ഇതിന്റെ ഉദ്ദേശ്യം നാം സാധാരണ കൊള്ളിമീൻ എന്ന് പറയാറുള്ള ഉൽക്ക ആയിക്കൊള്ളണമെന്നില്ല. കോസ്മിക് രശ്മികളോ അതിനേക്കാൾ ശക്തിയേറിയതും ഇന്നും മനസ്സിലാക്കപ്പെടാത്തതുമായ മറ്റേതെങ്കിലും രശ്മികളോ ആയിക്കൂടുന്നുമില്ല. ഒരുപക്ഷെ ഭൂമിയിലേക്ക് വീഴുന്നതായി കാണപ്പെടുന്ന ഉൽക്കകൾ തന്നെയാവാം. ആധുനിക നിരീക്ഷണങ്ങളനുസരിച്ച് ദിനം പ്രതി 100,00,000 കോടിയോളം കൊള്ളിമീനുകൾ ഭൂമിക്കു നേരെ വന്നുകൊണ്ടിരിക്കുന്നതായി കരുതപ്പെടുന്നു. അതിൽ 2 കോടിയോളം ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുകയും കഷ്ടിച്ചു 1 ഭൂമിയുടെ ഉപരിതലത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. ശൂന്യാകാശത്തിൽ അതിന്റെ വേഗം ചുരുങ്ങിയത് സെക്കൻഡിൽ 26 മൈലായിരിക്കും. പലപ്പോഴും സെക്കൻഡിൽ 50 മൈൽ വരെ കാണപ്പെട്ടിട്ടുണ്ട്. അസാധാരണമായി ഈ ഉൽക്കാവർഷം നേരിൽ കാണാൻ കഴിയാറുണ്ട്. 1833 നവംബർ 13 വടക്കേ അമേരിക്കയുടെ പൂർവ്വദേശത്ത് ഒരിടത്തു മാത്രം അർദ്ധരാത്രി മുതൽ പ്രഭാതം വരെ 2,00,000 ഉൽക്കകൾ വർഷിച്ചതായി കാണപ്പെട്ടിരുന്നു. ഈ ഉൽക്കവർഷം പിശാചുകൾക്ക് ഉപരിലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഒരു തടസ്സമായിരിക്കാം. കാരണം ശൂന്യാകാശത്തിൽ ശരാശരി 1,00,000 കോടി കൊള്ളിമീനുകൾ ദിനം പ്രതി വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ പരിധി വിട്ട് ഈ ശൂന്യാകാശത്തിലൂടെ കടന്നുപോവുക തികച്ചും ദുഷ്കരമാണല്ലോ. ഇതിൽ നിന്ന് മുമ്പ് പറഞ്ഞ സുഭദ്രമായ കോട്ടകളുടെ സ്വഭാവം ഏകദേശം മനസ്സിലാക്കാവുന്നതാണ്. പ്രത്യക്ഷത്തിൽ അന്തരീക്ഷം തികച്ചും ശൂന്യമാണ്. എങ്ങും ഒരു ചുമരും മതിലുമില്ല. പക്ഷേ അള്ളാഹു ഈ അന്തരീക്ഷത്തിൽ വിവിധ മേഖലകളെ അദൃശ്യമായ കോട്ടമതിലുകൾ കെട്ടി ബന്ധിച്ചിരിക്കുന്നു. ഒരു മേഖലയുടെ പരിധിയിൽ നിന്ന് ഇതര മേഖലകളെ വേർതിരിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിലേക്ക് ദിനം പ്രതി വർഷിച്ചുകൊണ്ടിരിക്കുന്ന 1,00,000 കോടി കൊള്ളിമീനുകളിൽ കഷ്ടിച്ച് 1 മാത്രം ഭൂമിയിലെത്തുകയും മറ്റെല്ലാം വെണ്ണീരാവുകയും ചെയ്യുന്നത് കാണാൻ പറ്റാത്ത ഈ കോട്ട മൂലമാകുന്നു. ഭൂമിയിൽ കാണപ്പെട്ട ഉൽക്കകളുടെ മാതൃകകൾ ലോകത്തിലെ വിവിധ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ 645 പൗണ്ട് തൂക്കമുള്ള ഏറ്റവും വലിയ ഒരു ഉൽക്ക വീണപ്പോൾ മണ്ണിൽ 11 അടി താണുപോവുകയുണ്ടായി. അതേപോലെ മറ്റൊരിടത്ത് 36.5 ടൺ തൂക്കമുള്ള ഒരു ഭയങ്കര കൂമ്പാരം കാണപ്പെട്ടു. ആകാശത്തുനിന്ന് വീണതായിരിക്കാനല്ലാതെ അതവിടെ വരാൻ ശാസ്ത്രജ്ഞന്മാർ ഒരു കാരണവും കാണുകയുണ്ടായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കുക. ഭൂമിയുടെ ആകാശാതിർത്തികൾ സുശക്തമായ കോട്ടമതിലുകൾ കൊണ്ട് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കൊള്ളിമീൻ വർഷം ഭൂമിയെ എന്താക്കി തീർക്കുമായിരുന്നു? ഈ മതിലുകളെയാണ് ബുറൂജ് അഥവാ സുഭദ്രമായ കോട്ടകൾ എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون. ഭൂമിയെ നാം വിശാലമാക്കുകയും അതിൽ പർവ്വതങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. അതിൽ സകലവിധ സസ്യങ്ങളെയും കൃത്യമായ പരിമാണത്തിൽ മുളപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കഴിവിനും യുക്തിദീക്ഷയ്ക്കും മറ്റൊരു പ്രധാന തെളിവ് കൂടിയാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. എല്ലാ സസ്യവിഭാഗങ്ങൾക്കുമുണ്ട് അപാരമായ പ്രത്യുൽപാദന ശേഷി. ഒരേ ഒരു ചെടിയുടെ വിത്തിന് ഭൂമിയിൽ വളരാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ കുറഞ്ഞ വർഷം കൊണ്ട് ഭൂഖണ്ഡത്തിലെങ്ങും അതുമാത്രമേ കാണപ്പെടുകയുള്ളൂ.
മറ്റൊരിനം ചെടിക്കും വളരാൻ എങ്ങും സ്ഥലമുണ്ടാവുകയില്ല. പക്ഷേ യുക്തിജ്ഞനും എല്ലാറ്റിനും കഴിവുള്ളവനുമായ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണ്. അതനുസരിച്ച് ചെടികളിൽ കണക്കില്ലാത്ത ഇനങ്ങൾ ഭൂമിയിൽ മുളച്ചു വരുന്നു. എല്ലാറ്റിന്റെയും ഉൽപാദനം ഒരു നിർണിത പരിധിയിലെത്തുമ്പോൾ തടയപ്പെടുകയും ചെയ്യുന്നു. ഈ ദൃശ്യത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ ഇനങ്ങളിൽ ഓരോന്നിന്റെയും ആകാരത്തിനും വ്യാപനത്തിനും വളർച്ചയ്ക്കും നിർണിത പരിധികളുണ്ട്. ആ പരിധികൾ വിട്ടുകടക്കാൻ ഒരിനത്തിനും സാധ്യമല്ല. ഈ മരങ്ങൾക്കും ചെടികൾക്കും വള്ളികൾക്കുമെല്ലാം തടിയും തണ്ടും ആകാരവും ഇലകളും ഉൽപാദന പരിധിയും പരിമാണവുമൊക്കെ ആരാണ് നിശ്ചയിച്ചതെന്ന് ഏവർക്കും സ്വയം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. وَجَعَلْنَا لَكُمْ فِيهَا مَعَايِشَ وَمَن لَّسْتُمْ لَهُ بِرَازِقِينَ നിങ്ങൾക്കും നിങ്ങൾ ആഹാരം കൊടുക്കാത്ത എത്രയോ സൃഷ്ടികൾക്കും നാം അതിൽ ജീവിതോപാധികൾ സജ്ജീകരിച്ചിരിക്കുന്നു. وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ وَمَا نُنَزِّلُهُ إِلَّا بِقَدَرٍ مَّعْلُومٍ യാതൊരു വസ്തുവും അതിന്റെ ഖജനാവ് നമ്മുടെ അടുക്കൽ ആയിട്ടല്ലാതെയില്ല. നാം ഇറക്കുന്നതെന്തും നിർണിതമായ അളവിൽ മാത്രമാകുന്നു. وَأَرْسَلْنَا الرِّيَاحَ لَوَاقِحَ فَأَنزَلْنَا مِنَ السَّمَاءِ مَاءً فَأَسْقَيْنَاكُمُوهُ وَمَا أَنْتُمْ لَهُ بِخَازِنِينَ മേഘവാഹികളായ കാറ്റുകളെ അയക്കുന്നതും നാം തന്നെയാകുന്നു. അങ്ങനെ ആകാശത്തുനിന്ന് ജലമിറക്കുകയും അത് നിങ്ങളെ കുടിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെയൊന്നും സൂക്ഷിപ്പുകാർ നിങ്ങളല്ലല്ലോ. وَإِنَّا لَنَحْنُ نُحْيِي وَنُمِيتُ وَنَحْنُ الْوَارِثُونَ തീർച്ചയായും നാം ആകുന്നു ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നതും നാം തന്നെ. സകലത്തിന്റെയും അന്തിമാവകാശിയായിത്തീരുന്നതും നാം തന്നെയാകുന്നു. സകലതിന്റെയും അനന്തരാവകാശിയായിത്തീരുന്നത് നാം ആണ് എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. നിങ്ങൾക്ക് ശേഷം അള്ളാഹുവാണ് ശേഷിക്കുന്നത്. നിങ്ങൾക്കെന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം താൽക്കാലികമായ ഉപയോഗത്തിന് മാത്രം ലഭിച്ചിട്ടുള്ളതാണ്. അവസാനം അള്ളാഹു നൽകിയ എല്ലാ വസ്തുക്കളും അതേപോലെ തന്നെ ഉപേക്ഷിച്ച് വെറും കൈയോടെ നിങ്ങൾ വിടവാങ്ങുകയും അവയെല്ലാം അവന്റെ ഖജനാവിൽ പഴയപടി നിലകൊള്ളുകയും ചെയ്യും. وَلَقَدْ عَلِمْنَا الْمُسْتَقْدِمِينَ مِنكُمْ وَلَقَدْ عَلِمْنَا الْمُسْتَأْخِرِينَ മുമ്പ് നിങ്ങളിൽ നിന്ന് കടന്നുപോയ ജനങ്ങളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ശേഷം വരുന്നവരും നമ്മുടെ കാഴ്ചയിലുണ്ട്. وَإِنَّ رَبَّكَ هُوَ يَحْشُرُهُمْ إِنَّهُ حَكِيمٌ عَلِيمٌ തീർച്ചയായും നിങ്ങളുടെ നാഥൻ അവരെ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടുന്നതാകുന്നു. അവൻ യുക്തിമാനും സർവജ്ഞനുമാകുന്നു. എല്ലാവരെയും സമ്മേളിപ്പിക്കണമെന്നത് അവന്റെ യുക്തിയുടെ താൽപര്യമാകുന്നു. ഒരു ജീവിക്കും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവാത്ത വണ്ണം അവന്റെ ജ്ഞാനം സകലതിനെയും വലയം ചെയ്തിരിക്കുന്നു. മുൻഗാമിയോ പിൻഗാമിയോ ആയ മനുഷ്യജഠത്തിന്റെ ഒരു തരിയും അവനിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയില്ല. അതിനാൽ പാരത്രിക ജീവിതത്തെ വിദൂരമായി ഗണിക്കുന്നവർ ദൈവത്തിന്റെ യുക്തിജ്ഞാനം എന്ന ഗുണത്തെക്കുറിച്ച് ബോധമില്ലാത്തവരാണ്. മരിച്ച ശേഷം നമ്മുടെ ജഠം മൺതരികളായി ചിതറിപ്പോകുന്നുവെങ്കിൽ പിന്നെ പുനഃസൃഷ്ടിക്കപ്പെടുന്നതെങ്ങനെ എന്ന് അമ്പരപ്പോടെ ചോദിക്കുന്നവർ ദൈവത്തിന്റെ സർവജ്ഞതയെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ صَلْصَالٍ مِّنْ حَمَإٍ مَسْنُونٍ മനുഷ്യനെ നാം അളിഞ്ഞുനാറുന്ന കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അളിഞ്ഞുനാറുന്ന കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. ആധുനിക കാലത്ത് ഡാർവിനിസത്തിന്റെ സ്വാധീനത്തിലകപ്പെട്ട ചില ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ട്. അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പരിണാമത്തിലൂടെയാണ് മനുഷ്യനുണ്ടായതെന്നാണ്. എന്നാൽ അതല്ല യാഥാർത്ഥ്യമെന്ന് ഖുർആൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. മറിച്ച് അവൻ ആദ്യം മുതലേ ഭൗമിക ധാതുക്കളിൽ നിന്ന് നേരിട്ട് മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. മിൻ സ്വൽസ്വാലിൻ മിൻ ഹമഇൻ മസ്നൂൻ എന്ന്
അതിനെ അള്ളാഹു വർണ്ണിച്ചിരിക്കുന്നു. ഹമ എന്ന അറബി പദത്തിന് ഗന്ധമുള്ള കളിമണ്ണ് എന്നാണ് അർത്ഥം, അഥവാ പഴകി ചീത്തയായ മണ്ണ്. മസ്നൂൻ എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥം രൂപഭേദം വന്നത്, നാറുന്നത് എന്നൊക്കെയാണ്. ചീത്തയായി ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയെന്നർത്ഥം. മറ്റൊരർത്ഥം രൂപപ്പെടുത്തിയത് എന്നാണ്. ഒരു മൂശയിൽ പ്രത്യേക രൂപത്തിൽ വാർത്തെടുത്തത് എന്നർത്ഥം. ഉണങ്ങുമ്പോൾ മുട്ടിയാൽ ശബ്ദിക്കുന്ന കളിമണ്ണിനാണ് സ്വൽസാൽ എന്ന് പറയുന്നത്. ചീത്തയായ കളിമണ്ണ് കൊണ്ട് ഒരു രൂപമുണ്ടാക്കുകയും പിന്നീട് ഉണങ്ങിയ ശേഷം ജീവൻ ഊതുകയുമാണുണ്ടായതെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. وَالْجَانَّ خَلَقْنَاهُ مِنْ قَبْلُ مِنْ نَارِ السَّمُومِ അതിനു മുമ്പ് നാം തീജ്വാലയിൽ നിന്ന് ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ചൂടുപിടിച്ച വായുവിനാണ് സമൂം എന്ന് പറയുന്നത്. അതിന്റെ തീ എന്ന് പറയുമ്പോൾ കഠിന ചൂടുള്ള ജ്വലിക്കുന്ന വായുവെന്നർത്ഥം. ജിന്നിനെ തീ കൊണ്ട് സൃഷ്ടിച്ചുവെന്ന് മറ്റിടങ്ങളിൽ ഖുർആൻ പറഞ്ഞതിന്റെ താൽപര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي خَالِقٌ بَشَرًا مِّن صَلْصَالٍ مِّنْ حَمَإٍ مَّسْنُونٍ നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞതോർക്കുക, ഞാൻ അളിഞ്ഞു നാറുന്ന കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട്. فَإِذَا سَوَّيْتُهُ وَنَفَخْتُ فِيهِ مِنْ رُوحِي فَقَعُوا لَهُ سَاجِدِينَ അത് പൂർത്തീകരിക്കുകയും അതിൽ എന്റെ ആത്മാവിൽ നിന്ന് ഊതുകയും ചെയ്താൽ നിങ്ങളെല്ലാം അവന്റെ മുമ്പിൽ പ്രണാമത്തിൽ വീഴണം. എന്റെ ആത്മാവിൽ നിന്ന് ഊതുക എന്നതിന്റെ വിവക്ഷ ഇതാണ്. മനുഷ്യരുടെ അന്തർഭാഗത്ത് ഊതപ്പെട്ടിരുന്ന ആത്മാവ് ദൈവത്തിങ്കൽ നിന്നുള്ള ഒരു ചൈതന്യമാണ്. ജീവൻ, അറിവ്, കഴിവ്, ഇച്ഛാശക്തി, വിവേചനശക്തി തുടങ്ങി മനുഷ്യനിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര നാമമാണ് റൂഹ് അഥവാ ആത്മാവ്. ഇത് യഥാർത്ഥത്തിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു രൂപത്തിൽ അള്ളാഹുവിങ്കൽ നിന്ന് ഊതപ്പെട്ട സവിശേഷ ചൈതന്യമാണ്. ഇത് കാരണമായിട്ടാണ് ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയായത്. ഉന്നതരായ മലക്കുകളുടെയും ഭൂമിയിലുള്ള മറ്റു മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും പ്രണാമത്തിന് അവനെ അർഹനാക്കിയതും അതുകൊണ്ടുതന്നെ. ഇതേപോലെ സൃഷ്ടികളിൽ കാണപ്പെടുന്ന എല്ലാ ഗുണങ്ങളുടെയും ഉത്ഭവം ദൈവത്തിന്റെ ഏതോ ചില ഗുണങ്ങളിൽ നിന്നാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: അള്ളാഹു കാരുണ്യത്തെ 100 അംശിച്ചു. 99 അംശം തന്റെ അടുക്കൽ വെക്കുകയും ഒരംശം മാത്രം ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തിരിക്കുന്നു. സൃഷ്ടികൾ പരസ്പരം കരുണ കാണിക്കുന്നത് ആ ഒരംശത്തിൽ നിന്നാണ്. ഒരു മൃഗം അതിന്റെ കുട്ടിക്ക് ആപത്ത് പറ്റുമെന്ന് ഭയന്ന് കാൽ ഉയർത്തുന്നത് പോലും. എന്നാൽ നിരവധി ദൈവിക ഗുണങ്ങളുടെ ചൈതന്യം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റു സൃഷ്ടികളെ അപേക്ഷിച്ച് മനുഷ്യനുള്ള ശ്രേഷ്ഠത. ഇതൊരു സുപ്രധാന വിഷയമാണ്. അത് മനസ്സിലാക്കുന്നതിൽ ചെറിയ ഒരു തെറ്റു പറ്റിയാൽ മതി ദൈവത്തിന്റെ ഗുണത്തിൽ നിന്ന് ഒരംശം ലഭിക്കുക എന്നതും ദിവ്യത്വത്തിൽ നിന്ന് ഒരംശം ലഭിക്കുക എന്നതും ഒന്നുതന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. വാസ്തവത്തിൽ ദിവ്യത്വം ഇതിന്റെ എത്രയോ മീതെയാണ്. അതിന്റെ ഏറ്റവും ചെറിയ ഒരു ഛായ പോലും സൃഷ്ടികളിൽ ആർക്കും ലഭിക്കുകയില്ല. فسجد الملائكة كلهم أجمعون അങ്ങനെ മലക്കുകളൊക്കെയും പ്രണാമം ചെയ്തു.